ഹായ് ഓൾ. ഇന്നൊരു പീസ്ഫുൾ മോർണിംഗ് റുട്ടീനാണ്. നല്ല മഴ പെയ്യുന്ന ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു പ്രത്യേക ശാന്തത ഉണ്ടാവില്ലേ? അപ്പോൾ അത് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോകുന്നത്. നിഷുവിന് സ്കൂളുള്ളതുകൊണ്ട് തന്നെ രാവിലെ മഴയെ ആസ്വദിച്ച് കുറേ നേരം കിടന്നുറങ്ങലൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് കരുതിയിട്ട് നേരത്തെ കാലത്ത് നീക്കൊന്നുമില്ല. ഒരു 6 മണി അതാണ് എൻ്റെ കണക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അർജൻറ്റായിട്ട് ഇപ്പം ഞാൻ സെറ്റ് ചെയ്യണത് ബീഫാണ്. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ കട്ട് ചെയ്യലും കഴുകലും എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇന്നിപ്പം നമുക്ക് ലഞ്ചിന് മന്തിയാണ് കേട്ടോ. ബീഫ് നേരത്തെ തന്നെ വേവിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഫ്രൈ ആക്കി കൊടുക്കുകയാണെങ്കിൽ നിഷുവിനും അതെന്നെ കൊണ്ടുപോയാൽ മതി. ഓക്കെ ആണെങ്കിൽ ഇന്നത് വേണമെന്നുള്ള ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ എന്താണോ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് മിണ്ടാണ്ട് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ചോറുണ്ടാക്കി കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇക്കാരം കൊടുത്തു വിടല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നിപ്പം ദോശയാണ്. ദോശമാവൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ സെറ്റാക്കി വെക്കുമല്ലോ. എന്താണെന്നറിയില്ല, മഴക്കാലം തുടങ്ങിയ പിന്നെ മാവിപ്പം പൊന്തൽ തന്നെ ഇല്ല കേട്ടോ. മറ്റേത് രാവിലെ നമ്മളിങ്ങനെ മൂടി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ പൊന്തി കിടക്കണ മാവ് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് വേറെ തന്നെയാണ്. ഈ ഇടയായിട്ട് അത് കിട്ടണ തന്നെ ഇല്ല. ഈ ഒരു ക്ലൈമറ്റിൽ മാവ് പെട്ടെന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടണേ. കറിയൊന്നും ഉണ്ടാക്കണില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ സാമ്പാർ ബാലൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ കണ്ടറിഞ്ഞ് കൂടുതൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ സാമ്പാർ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ ഉച്ചക്ക് തന്നെ, അതായത് കഴിഞ്ഞ ദിവസം ഉച്ചക്ക് തന്നെ നമ്മൾ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിടല്ലോ, അതായത് പിറ്റേ ദിവസത്തേക്കുള്ളത് നമ്മൾ തലേ ദിവസം തന്നെ ആലോചിച്ച് വെക്കൂലേ. അപ്പോൾ ഈ സാമ്പാറിനെ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ദോശ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് സാമ്പാറൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് ചൂടാക്കി വെക്കുകയാണ്. രാവിലെ എണീറ്റ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു, അതായത് പെരും മഴ വെച്ചാൽ പെരും മഴ. പിന്നെ അതിൻ്റെ എന്താ പറയുക, ആ ഒരു ദമ്മുണ്ടല്ലോ അത് കുറയാൻ തുടങ്ങി. ദോശ ചൂടലൊക്കെ അത് അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചായയ്ക്ക് ഒരു അർജൻറ്റും ഇല്ല, ഞാനും ഹസ്ബൻഡും ചായ കുടിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്ക് ആയാൽ മതി. ഇതിപ്പോൾ നിഷുവിന് വെള്ളമൊക്കെ മതി കേട്ടോ. ഓക്ക് കട്ടനാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല. അങ്ങനെ ഇതാ ഓക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. യൂണിഫോമൊക്കെ ചേഞ്ച് ആക്കി മുടിയൊക്കെ വാർന്ന് പൗഡർ ഇടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓളെന്നെ ഇപ്പോൾ തനിയെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ പുറകെ നടന്ന് പറഞ്ഞു കൊടുക്കണം, അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ പറയണം കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ചെയ്യാനുള്ള പ്രായം എമ്പാടും ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും മെയിൻ്റ് ആക്കാനേ പോവലില്ല. ഓളെ ബോട്ടിലിൽ വെള്ളമാക്കുന്ന ഡ്യൂട്ടിയും ആൾ തന്നെയാണ് ചെയ്യൽ. ഇന്നിപ്പം ഞാൻ ആക്കി കൊടുത്തു എന്ന് മാത്രം. തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. ഇപ്പം എപ്പോൾ വിളിക്കുകയാണെങ്കിലും ഈ ഒരൊറ്റ കാര്യം പറയാനുണ്ടാവുള്ളൂ, പച്ചവെള്ളം കൊടുക്കരുത്, തിളപ്പിച്ച വെള്ളം കൊടുക്കണം എന്ന്. അങ്ങനെ ഇതാ വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ ബീഫ് വെച്ചിരുന്നല്ലോ, അതും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഓക്കും വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ ആക്കി കൊടുക്കുകയാണ്. ദോശയാണ് കേട്ടോ ഓൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിക്ക് ഈ ഒരു സാമ്പാർ കൊടുത്തു വിടാൻ പറ്റൂല, കാരണം ഇത് ഓൾറെഡി ഡേറ്റ് കഴിഞ്ഞ സാമ്പാറാണ്. അപ്പോൾ ഓക്ക് കൊടുത്തു വിടൽ നടക്കൂല. ഉച്ചയാകുമ്പോഴേക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് തന്നെ അറിയില്ല. ഇങ്ങനെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ദോശ നല്ല ഉഷാറായിട്ട് കഴിച്ചോളും. അപ്പോൾ ഞാൻ ബീഫൊക്കെ ഫ്രൈ ആക്കിയിട്ട് ഓളെ ലഞ്ച് ബോക്സൊക്കെ ഇത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സ്നാക്സ് കൊണ്ടുപോകണമെന്ന് ഇപ്പോൾ ഒരു നിർബന്ധമില്ല, എന്നാലും ഒരു കൊടുത്തയച്ചിട്ടില്ലെങ്കിൽ ഒരു ഗതികേടാണ്. അതെന്താ വെച്ചാൽ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ പോണതല്ലേ, മദ്രസും സ്കൂളും ഒക്കെ ഒന്നിച്ചാണ് ഓക്കുള്ളത്. അപ്പോൾ നേരത്തെ കാലത്ത് പോണതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കൂട്ടോ. ഐബുട്ടൻ സാധാരണ രാവിലെ നേരത്തെ കാലത്ത് തന്നെ നീക്കലുണ്ട്. ഇന്നിപ്പം ഓള് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ആൾ എണീറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആങ്ങളുടെ കാണാതെ സ്കൂൾക്ക് പോയി എന്നുള്ള പരാതിയൊക്കെ വേണ്ട. മറ്റേത് വരുമ്പോൾ ഒരു ഇമോഷണൽ ഡ്രാമയൊക്കെ ഉണ്ടാകും, എൻ്റെ കുട്ടീനെന്ന് കാണാതെ എണീത്താത്ത സ്കൂൾക്ക് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നിപ്പം ആ ഡ്രാമൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. രാവിലെ ഓള് പോയപ്പോഴേക്ക് ഓൻ എണീറ്റിട്ടുണ്ട്. അയ്യോ ഇത്താത്ത ഇക്കോക്ക് പോയതല്ലേ, ഇക്കോക്ക് പോയതാണേ. നിഷു സ്കൂൾക്ക് പോയാൽ പിന്നെ ഈ ഒരു കരച്ചിൽ ഇവിടെ പതിവാണ് കേട്ടോ. അതായത് ഓള് സ്കൂൾക്ക് പോവുകയാണെന്നൊന്നും ഇവന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ. ഓൻ്റെ വിചാരം ഓനെ കൂട്ടാതെ എവിടെക്കോ പോവുകയാണെന്നാണ്. അങ്ങനെ ഓളെ സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിട്ടതിന് ശേഷം ഹസ്ബൻഡും എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്
ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഹസ്ബൻഡും പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഐബുട്ടനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ആളെ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പോകുമ്പോഴേക്ക് എൻ്റെ ബാക്കി പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ തീരുമാനമാക്കാമെന്ന് വെച്ചിട്ട്. മറ്റേത് ഇപ്പം തന്നെ ഓനെ ഉറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഭാഗത്തിരിക്കുമ്പോഴേക്ക് ആളെ എണീക്കും, പിന്നെ എന്നെ ഒന്നിനും സമ്മതിക്കൂല കേട്ടോ. എക്സ്പെഷ്യലി ഈ ഒരു വോയിസ് ഓവറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടാവും, ഈ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആളുണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിക്കാരം. അങ്ങനെ അതാ ചോറൊക്കെ വെച്ചു, അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ക്ലീനിങ്ങിലോട്ട് കിടന്നിട്ടുണ്ട്. ഞാൻ ഡെയിലി തുടക്കലൊന്നും ഇല്ല കേട്ടോ, അടിച്ചു വാരൽ ഡെയിലി ഉണ്ട് എന്നുണ്ടെങ്കിലും തുടക്കൽ ഇങ്ങനെ ഒന്നിട വിട്ടോ അല്ലെങ്കിൽ രണ്ടിട വിട്ടൊക്കെയാണ് തുടക്കൽ. സിറ്റ് ഔട്ട് ഡെയിലി തുടക്കൽ നിർബന്ധമാണ്. കാരണം രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ പൂച്ചകളായിട്ടും നായ്ക്കളായിട്ടും വല്ല കഥകളി ആയിക്കാരം. നമ്മളുണ്ടല്ലോ മോം ലൈഫ് ഡയറീസ് എന്നും പറഞ്ഞിട്ട് ഒരു മിനി വ്ളോഗ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഷോർട്സ് ആയിട്ട്. സോ നമ്മുടെ ലോങ് വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ആ ഒരു ഷോർട്ട് വീഡിയോയും കൂടെ സപ്പോർട്ട് ചെയ്യണം. 30 ഡേയ്സ് ചാലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മുടക്കൊന്നുമില്ലാണ്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ഇത്. എന്താവോ എന്തോ അറിയില്ല. സോ എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ ഒന്നും കൂടെ പറയാണ്, ഈ ലോങ് വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തന്നിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ കൂടെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം. കുറേ നേരമൊന്നും കുട്ടീനെ നോക്കാൻ ആളെ കിട്ടൂല കേട്ടോ. ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള നേരം നോക്കി തരും. അപ്പോൾ കുട്ടീനെ എന്നെ ഏൽപ്പിച്ചിട്ട് ആളാളെ പാട്ടിന് പോയിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ സമാധാനമുണ്ട്. ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർന്നല്ലോ, ഇനിയിപ്പം ഈ ഒരു മന്തി ഉണ്ടാക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ ഐബുട്ടൻ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കഴിക്കാൻ കൊടുത്താൽ ആളവിടെ കുറച്ചേരൊക്കെ ഇരുന്നോളും. എപ്പോഴും അങ്ങനെ എടുത്ത് നടക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നടക്കാനും കൂടെ പഠിച്ചതുകൊണ്ടേ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉള്ളത് മുഴുവൻ വലിച്ചിടുന്ന പണിയാണ്. ഈ പണിയൊക്കെ തീർന്നിട്ട് ഒന്ന് ഇരിക്കാമെന്ന് കരുതുമ്പോഴേക്ക് അടുത്ത പണി ഓൻ അവിടെ ഉണ്ടാക്കി തരും. മന്തി ആയതുകൊണ്ട് തന്നെ ഈസിയാണല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ തീർന്നോളും. നമ്മൾ ബീഫ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. അധികം ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. ഈ സാധാ ചോറ് ഉണ്ടാക്കാനാണ് എനിക്ക് തോന്നുന്നത് കുറേ സമയം എടുക്കുക. ചോറ്, കറി, ഉപ്പേരി, മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമയം എടുക്കും. ഇതിപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ട് പരിപാടി തീരാൻ. ഞാൻ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ മല്ലിയിലൊക്കെ ഇടുന്നത് കണ്ടിട്ട് ഇതിപ്പോൾ ബിരിയാണിയാണോ മന്തിയാണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല കളർഫുള്ളായിട്ട് കിടക്കുന്നത് കാണാനാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുക്കേ. അങ്ങനെ ഫുഡൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. രാവിലെ നിഷു സ്കൂൾക്ക് പോണ ആ ഒരു സമയം ഒക്കെ ആയപ്പോഴേക്ക് മഴയൊക്കെ ചോർന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല. ഈ കാണുന്ന ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഐബുട്ടനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചതാ സുന്ദര കുട്ടപ്പനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. ഓ അതാ ആറ്റാ പാവങ്ങണ്ട്, പാവങ്ങണ്ടേ. ഇറ്റാറ്റ പോയോ? ഇറ്റാറ്റോടെ പോവാ. ഒടുക്ക പോണത്? ഒടുക്ക പോണേ? നമ്മുടെ കുഞ്ഞാപ്പിൻ്റെ കുളിക്കലും മാറ്റലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഓന് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി കൊടുക്കണം. അപ്പം ഞാൻ മന്തി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓനാണെങ്കിൽ ഈ റാഗി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ബാക്കിയുള്ള കുറുക്ക് ഐറ്റംസ് ആയിക്കോട്ടെ, ചെറിയ അരിയുടെ കഞ്ഞി ഉണ്ടല്ലോ അതായിക്കോട്ടെ, ഒന്നും ഇഷ്ടമില്ല. ആദ്യമൊക്കെ നല്ലോണം ഫുഡ് കഴിച്ചതിന് ഈയിടെയായിട്ട് ആൾക്ക് മടി കയറി തുടങ്ങിയിട്ടുണ്ട്. മിഠായി ഐറ്റംസ് അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറുക്കൊന്നും ഉണ്ടാക്കണതിന് മുതലാവില്ല, എന്തായാലും കഴിക്കൂല. ഇതിപ്പം മന്തി എന്തായാലും ഒന്ന് മിക്സാക്കി സെറ്റാക്കാനായിട്ടുണ്ടല്ലോ, അപ്പം എന്നാൽ ഓനും അതന്നെ കൊടുക്കാമെന്ന് വെച്ചേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2, 3, 4 ഉരുളെങ്കിലും ആൾ കഴിച്ചോളൂ. ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ചെക്കനെ ഒന്നങ്ങോട്ട് ഉറക്കി കൊടുത്താൽ ഞാൻ ഫ്രീ ആയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളെ എക്സ്പെക്റ്റേഷനൊന്നും ഞാൻ തകർത്തിട്ടില്ല. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ എന്തേക്കാരം നമ്മുടെ കോണ്ടൻറ്റ് എന്നുള്ളത്. എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.